എല്ലാ മാസവും ഒരു ദിവസം നമുക്ക് തിരക്ക് പിടിച്ച ദിവസമായിരിക്കും കേട്ടോ. നമ്മളെ ബാങ്കിൽ കുറി എടുക്കുന്ന ദിവസമാണേ. അന്ന് നമുക്ക് നിൽക്കാനോ ഇരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. ഓടടായിരിക്കും. സാധാരണ ഉച്ചക്ക് പോകുന്ന ഇടത്തിൽ രാവിലെ പോകേണ്ടി വരും കേട്ടോ. പിന്നെ ഈ ദിവസം കഴിഞ്ഞാൽ ഒരു സമാധാനം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറി കഴിഞ്ഞാൽ നമുക്ക് 1-ാം തീയതി വരിക. ഈ 1-ാം തീയതി എത്തുമ്പോൾ സന്തോഷമില്ലേ, അതുകൊണ്ടാകുക അതിൻ്റെ ഒപ്പം തന്നെ. കിട്ടിയ ആൾക്കാരെ പൈസ അടക്കണം, അതുപോലെ കിട്ടാത്ത ആൾക്കാരെ വിളിക്കണോ, അങ്ങനെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ. അന്ന് നമ്മളെ ഫോണിനൊന്നും റെസ്റ്റേ ഉണ്ടാവില്ല. ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാനിവരോട് നമ്മൾ ഓണപ്പരിപാടിയപ്പാ ഓണസദ്യ ഇട വെച്ചിട്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. രതീഷ് ചേട്ടനും ശശി ചേട്ടനൊക്കെ പറഞ്ഞാൽ ആദ്യം ഇന്നത്തെ ദിവസം കഴിയട്ടെ, ഓണത്തിന് ഇനിയും ദിവസം ഉണ്ടല്ലോ, നമുക്ക് ആലോചിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ബാങ്കിൽ കണക്കും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങും കേട്ടോ. ഫീൽഡിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഒരുപാട് ഷോപ്പുണ്ട് നമുക്ക് പരിചയമുള്ളേ. ഞാൻ ആദ്യമൊക്കെ ഇച്ചിരി ഇരുന്ന് അവരോട് വർത്താനൊക്കെ പറഞ്ഞിട്ടോ പിന്നെയും തിരിച്ച് ബാങ്കിലെത്തുമ്പോഴേക്ക് നമ്മളെ നറുക്കെടുക്കേണ്ട സമയമായിക്കേ. ഓരെല്ലാം ടോക്കനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ട തിരക്കിലാണ്. എപ്പോഴാ 3 മണിയാകുക, ഇത് എടുത്തിട്ട് വേണം എനിക്കങ്ങ് പോകുക എന്നുള്ള ഇതിലാന്നേ ഞാനവിടെ ഇരിക്കുന്നത്. അങ്ങനെ 3 മണിക്ക് നറുക്കെടുപ്പും കഴിഞ്ഞ് ഞാൻ ഓവിയിൽ വന്നിട്ട് ഒരു സേമിയയുടെ ഒരു ചായയും കുടിച്ചിട്ട് ഇങ്ങ് പോന്നു കേട്ടോ. വിശക്കുന്നുണ്ടായിരുന്നു നല്ലോണം. രാവിലെ കുടിച്ച ചായ തന്നെ, പിന്നെ ഒന്നും കുടിച്ചിട്ടില്ലേനു. ഈ ഒരു ദിവസത്തോടു കൂടി ഇമ്മാസത്തെ തിരക്ക് കഴിഞ്ഞേ. ഇനി 1-ാം തീയതിക്കും നമ്മളെ ഓണത്തിനുള്ള കാത്തിരിപ്പാട്ടോ മുന്നിൽ.